ഒരു 10 വർഷം മുൻപ് വരെയുള്ള ജനറേഷനിൽ ഒരു 35 വയസ്സൊക്കെ ആകുമ്പോഴായിരിക്കും ലൈഫ് സെറ്റിലായി തുടങ്ങുന്നത്. അതായത് പഠനം കഴിഞ്ഞിട്ട് ജോലിയൊക്കെ ആയി തുടങ്ങുന്ന ആ ടൈമിലായിരിക്കും. അതിന് മുമ്പുള്ളൊരു 10 വർഷമാണെങ്കിൽ ഒരു 25-28 വയസ്സിനുള്ളിൽ എല്ലാവർക്കും ജോലി ആവാറുണ്ട്. കാരണം അന്ന് ഒരുപാട് പേര് പഠിക്കുന്ന ആൾക്കാരില്ല, വേക്കൻസികളുണ്ടാകും. ഇപ്പോൾ പെട്ടെന്ന് ജോലി കിട്ടുന്ന ആൾക്കാരായിരിക്കും. അതിന് ശേഷമുള്ള ജനറേഷന് ജോലി കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ ജനറേഷന് ഇതെല്ലാം നേരെ ഓപ്പോസിറ്റാണ്. അവർ ഒരു 30 വർഷത്തിന് അല്ലെങ്കിൽ 30 വയസ്സിന് മുമ്പ് തന്നെ ലൈഫ് സെറ്റിലാക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങും. പണ്ടുള്ള ആളുകളാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കോഴ്സുകൾ പഠിക്കുക, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പറഞ്ഞു തരുന്ന കോഴ്സുകൾ പഠിക്കുക എന്നുള്ള രീതിയായിരുന്നെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയല്ല. അവർക്ക് വ്യക്തമായിട്ടുള്ള പ്ലാനുണ്ട്. ഇന്ത്യയിൽ പഠിക്കണോ, വിദേശത്ത് പഠിക്കണോ, ഏത് കോഴ്സ് പഠിക്കണം, 30 വയസ്സിന് മുമ്പ് ലൈഫ് സെറ്റിൽ ചെയ്യണം, ഇന്ന ജോലി വാങ്ങണം എന്നൊക്കെ വ്യക്തമായിട്ട് പ്ലാനിങ് ഉള്ള ജനറേഷനാണ് നമ്മുടെ ഇടയിലുള്ളത്. അങ്ങനെയുള്ള ഒരു ജനറേഷനുമായിട്ട് നിങ്ങൾ മത്സരിക്കുമ്പോൾ നിങ്ങൾക്കും വ്യക്തമായിട്ടുള്ള പ്ലാനിങ്ങുകൾ വേണം. 30 വയസ്സിന് മുൻപ് ചെയ്യേണ്ട 5 കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം, ഉറപ്പായിട്ടും നമ്മളെല്ലാം ചെയ്യുന്ന കാര്യമാണ് നല്ലൊരു കോഴ്സ് ചെയ്യുക എന്നുള്ളത്. അതായത് നല്ലൊരു ജോലി കിട്ടുന്ന, അല്ലെങ്കിൽ നല്ലൊരു ബിസിനസ് ചെയ്യാൻ കഴിയുന്ന ഏതെങ്കിലും നല്ലൊരു കോഴ്സിൻ്റെ അടിസ്ഥാനം നമുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ ഒരുപാട് കോഴ്സുകൾ പഠിച്ച് ഒന്നും ആവാതെ പോകുന്ന ആളുകളുണ്ട്. അതിനേക്കാളും നല്ലത് വ്യക്തമായിട്ട് ഏത് കോഴ്സ്, അതിൻ്റെ ഹയർ സ്റ്റഡീസ് ഏതൊക്കെ പഠിക്കണം, അങ്ങനെയൊക്കെ വ്യക്തമായ പ്ലാനിങ്ങോട് കൂടി നല്ലൊരു കോഴ്സ് സെലക്ട് ചെയ്യുക. അതിൻ്റെ പഠനം പറ്റുന്ന അത്രയും 30 വയസ്സിന് മുമ്പ് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നല്ലൊരു കോഴ്സ് തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് തന്നെ നല്ല ബുദ്ധിമുട്ടാണല്ലേ. അപ്പോൾ നിങ്ങൾ ഏത് കോഴ്സാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ഓൾറെഡി പഠിക്കുന്ന കുട്ടികളോട് സംസാരിക്കുക, അതേപോലെ ആ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകളോട് സംസാരിക്കുക. അപ്പോൾ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടും ഈ കോഴ്സ് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന്. ഉദാഹരണമായിട്ട് നിങ്ങളിപ്പോൾ BSc നഴ്സിംഗ് നോക്കുകയാണെങ്കിൽ ഓൾറെഡി BSc നഴ്സിംഗ് പഠിക്കുന്ന കുട്ടികളുടെ അടുത്ത് ഏത് കോളേജാണ് നല്ലത് എന്നൊക്കെ ചോദിക്കാം. അതേപോലെ BSc നഴ്സിംഗ് ജോലിക്ക് കയറിയ ആളുകളുടെ അടുത്ത് ഏതൊക്കെ രാജ്യങ്ങളിൽ സാധ്യതയുണ്ടെന്ന് ചോദിക്കാം അല്ലേ. പിന്നെ പലപ്പോഴും നമ്മൾ കോഴ്സ് തിരഞ്ഞെടുക്കുമ്പം എല്ലാവരും തിരഞ്ഞെടുക്കുന്ന ആ ഒരു പാതയിൽ പോകാതെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി നോക്കുക. കുറച്ചും കൂടെ സാധ്യതകൾ കൂടിയ മറ്റ് രാജ്യങ്ങളിൽ സാധ്യത കൂടിയ കോഴ്സസൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾ കുറച്ചും കൂടെ സെർച്ച് ചെയ്ത് ഇന്ത്യയിൽ തന്നെ പഠിച്ചിട്ട് ഹയർ സ്റ്റഡിക്കായിട്ട് നിങ്ങൾക്ക് വിദേശത്തൊക്കെ പോയി പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ജോലി കിട്ടുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ വെറൈറ്റി കാര്യങ്ങൾ കൂടി നോക്കുന്നത് നല്ലതായിരിക്കും. ഒരിക്കലും കൂട്ടുകൂടി പഠിക്കാൻ പോവാതിരിക്കുക. അതായത് എൻ്റെ ഫ്രണ്ട് ഇതാണ് എടുത്തത് അതുകൊണ്ട് ഞാനിത് പഠിക്കാൻ പോകാമെന്ന് പറഞ്ഞ് പോയി ലൈഫ് സ്പോയിൽ ചെയ്ത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള അല്ലെങ്കിൽ നല്ല സാധ്യതകളുള്ള കോഴ്സുകൾ മാത്രം തിരഞ്ഞെടുക്കുക. 30 വയസ്സിന് മുമ്പ് ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യമാണ് സ്വന്തമായിട്ട് ഏൺ ചെയ്യുക, സ്വന്തമായിട്ട് സമ്പാദിച്ച് തുടങ്ങുക. 30 വയസ്സ് കഴിഞ്ഞും 40 വയസ്സായിട്ടും സ്വന്തമായിട്ട് ഏൺ ചെയ്യാത്ത ആളുകൾ ഒരുപാട് നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ടാവും അല്ലേ. പക്ഷേ അങ്ങനെ ആവരുത് ഒരിക്കലും. 30 മാക്സിമം 25-30 അതിനുള്ളിൽ തന്നെ നമ്മൾ പരമാവധി സ്വന്തമായിട്ട് സമ്പാദിച്ച് തുടങ്ങുക. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല സോഴ്സസ് ഉണ്ടാകും. ചെറിയ ബിസിനസ്സുകൾ ചെയ്യാം, അല്ലെങ്കിൽ പഠിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് ട്യൂഷൻ എടുക്കാം, ബുക്സ് പബ്ലിഷ് ചെയ്യാം, കോച്ചിങ്ങിന് പോകാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വഴിയിട്ട് നമുക്ക് പൈസ സമ്പാദിക്കാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫീൽഡ് ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് ആ വഴി സമ്പാദിക്കുക. എപ്പോഴും നേരായ മാർഗ്ഗത്തിൽ മാത്രം സമ്പാദിക്കാൻ ശ്രമിക്കുക എന്നല്ല, അത് മാത്രമേ പാടുള്ളൂ. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ഒരു വരുമാനം ഈ ഒരു വയസ്സിന് ഉള്ളിലുണ്ടാകുമ്പോൾ നമുക്ക് ഒരുപാട് റെസ്പെക്റ്റും കാര്യങ്ങളും കിട്ടും. മാത്രമല്ല നമുക്ക് എല്ലാം സ്വന്തമായിട്ട് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് കിട്ടും. ഒരുപാട് നല്ല പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ അങ്ങനെ ഒരുപാട് നല്ല ഗുണങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. അല്ലാതെ പൈസ എന്നുള്ളതിനല്ല നമ്മൾ മുൻതൂക്കം കൊടുക്കുന്നത്. ചിലപ്പോൾ നമ്മുടെ ഫാമിലിയിൽ ഇഷ്ടംപോലെ പൈസയൊക്കെ ഉണ്ടാവും, നമുക്ക് പൈസയുടെ ആവശ്യമൊന്നുമില്ല, കാരണം അച്ഛനും അമ്മയ്ക്ക് ഇഷ്ടംപോലെ തരുന്നുണ്ടായിരിക്കും. അതല്ല, നമ്മൾ സ്വന്തമായിട്ട് സമ്പാദിക്കുമ്പോഴാണ് അതിനെപ്പോഴും ഒരു വില ഉണ്ടാകുന്നത്. 30 വയസ്സിന് മുമ്പ് ചെയ്യേണ്ട മൂന്നാമത്തെ കാര്യമാണ് നമുക്കൊരു പ്ലാൻ ഉണ്ടാവുക. അതായത് പല പ്ലാനിങ്സ് നമുക്ക് ഉണ്ടാവുമായിരിക്കും അല്ലേ. ചില ആളുകൾക്ക് നല്ലൊരു കാറ് വാങ്ങാനായിരിക്കും, ചിലർക്ക് നല്ലൊരു വീട് വയ്ക്കാനായിരിക്കും, ചിലർക്ക് പാവങ്ങളെ സഹായിക്കാനായിരിക്കും, അല്ലെങ്കിൽ ചില ആളുകൾക്ക് ഒരു പ്രോപ്പർട്ടി വാങ്ങാനായിരിക്കും. എന്താഗ്രഹമാണെങ്കിലും ഒരു ആഗ്രഹം നിങ്ങൾ മനസ്സിൽ വെക്കുക. അതിന് വേണ്ടിയിട്ട് ഓൾറെഡി പ്രവർത്തിച്ച് തുടങ്ങുക, ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. കാരണം അത് ആലോചിച്ചിരിക്കേണ്ട കാര്യമല്ല. ഇപ്പോൾ നിങ്ങളൊരു വീട് വെക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ ആ വീടിന് വേണ്ടിയിട്ടുള്ള പ്ലാനും കാര്യങ്ങളും തയ്യാറാക്കുക, അതിൻ്റെ ബേസ് പണിയുക, അങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ നിങ്ങളുടെ സമ്പാദ്യം കൂടി ചെയ്തു തുടങ്ങാൻ കഴിയും. അതല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനാണെങ്കിൽ ആ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഓൾറെഡി ചെയ്ത് തുടങ്ങുക. ആലോചിച്ചുകൊണ്ടിരിക്കരുത്. എന്താണോ പ്ലാൻ, ആ പ്ലാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക.
നാലാമത്തെ കാര്യം, 30 വയസ്സിന് മുമ്പ് ചെയ്യേണ്ട നാലാമത്തെ കാര്യം, എങ്ങനെ നമുക്ക് സമൂഹത്തിൽ ജീവിക്കാൻ കഴിയുമെന്ന് പഠിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. നമ്മൾ എന്തൊക്കെ ലൈഫിൽ നേടിക്കഴിഞ്ഞാലും നമുക്ക് സ്ട്രഗിൾ ചെയ്ത് അല്ലെങ്കിൽ എല്ലാം ഫേസ് ചെയ്യാനുള്ള കഴിവ് ഇല്ലെങ്കിൽ നമ്മൾ തീർച്ചയായും തോറ്റുപോകും. അതുകൊണ്ട് തന്നെ ഒരു സൊസൈറ്റിയിൽ എങ്ങനെ ജീവിക്കണം, സൊസൈറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള പബ്ലിക് മാത്രമല്ല, നമ്മുടെ ഫാമിലി, നമ്മുടെ റിലേഷൻഷിപ്പ്, ഇതെല്ലാം ആ ഒരു സൊസൈറ്റി എന്നതിൽ വരും. എല്ലാ ആളുകളോടത്തും നമുക്ക് എങ്ങനെ പെരുമാറാൻ കഴിയും, നമുക്ക് എങ്ങനെ സ്ട്രഗിൾ ചെയ്ത് അല്ലെങ്കിൽ അവരോട് എങ്ങനെ നേരിടാൻ കഴിയും, ആ പ്രശ്നങ്ങളെ എങ്ങനെ നേരിടാൻ കഴിയും, എങ്ങനെ നമുക്ക് ബലത്തോടെ നിൽക്കാൻ കഴിയും എന്നൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പകുതി ലൈഫിൽ സക്സസ് ആയി. അപ്പോൾ 30 വയസ്സിന് മുമ്പ് തന്നെ നമ്മൾ നല്ലൊരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്തെടുക്കണം. എന്ത് പ്രശ്നങ്ങൾ വന്നാലും അത് സ്ട്രോങ് ആയിട്ട് മാനേജ് ചെയ്യാനുള്ള കഴിവ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത് ഈ 30 വയസ്സിന് മുമ്പാണ്. കാരണം ഈ ഒരു പ്രായം ആകുമ്പോൾ തൊട്ട് നമുക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളൊക്കെ വരും. അപ്പോഴാണ് പല പ്രശ്നങ്ങളുടെയും തുടക്കം ഉണ്ടാകുന്നത്, അല്ലേ? വിവാഹമാണെങ്കിലും കുടുംബകാര്യങ്ങളാണെങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരു പ്രായമാണ് 30 വയസ്സെന്ന് പറയുന്നത്. അപ്പോൾ ആ ടൈമിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് മുമ്പേ തന്നെ നമ്മൾ എല്ലാം നേരിടാൻ വേണ്ടിയിട്ടുള്ള പവർ ഉണ്ടാക്കിയെടുക്കണം. 30 വയസ്സിന് മുമ്പ് ചെയ്യേണ്ട അഞ്ചാമത്തെ കാര്യമാണ് നല്ലൊരു ആരോഗ്യം നേടിയെടുക്കുക എന്നുള്ളത്. പലപ്പോഴും 30 വയസ്സെന്ന് പറയുമ്പോൾ നല്ല ആരോഗ്യമുള്ള സമയമാണല്ലേ, യുവാവ് അല്ലെങ്കിൽ യുവതി ആ സമയമാണ്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല, നമുക്ക് നല്ല വണ്ണമൊന്നും ഉണ്ടാകത്തില്ല, അത്യാവശ്യം നല്ല ബോഡി ആയിരിക്കും, സൗന്ദര്യം ഉണ്ടാകും. അപ്പം നമ്മൾ ചോദിക്കും അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, നമ്മൾ ഫിറ്റ്നസ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് കരുതും. എന്നാൽ അങ്ങനെയല്ല. ഈ വയസ്സ് കഴിയുമ്പോഴാണ് നമുക്ക് പല അസുഖങ്ങളും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. BP ആണെങ്കിലും ഷുഗർ ആണെങ്കിലും സ്ട്രെസ് ആണെങ്കിലും ഡിപ്രഷൻ ആണെങ്കിലും എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പ്രായമാണ് 30 വയസ്സെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിന് മുമ്പേ, ഒരു മുഴം മുമ്പേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. 25 വയസ്സ് തൊട്ടേ തന്നെ നമുക്ക് നല്ലൊരു ലൈഫ് സ്റ്റൈൽ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക. വ്യായാമം ചെയ്യുക, ഫുഡ് അതേപോലെ കൺട്രോൾ ചെയ്യുക, ഡയറ്റ് നോക്കുക, ജങ്ക് ഫുഡ് ഒഴിവാക്കുക, കൃത്യസമയത്ത് ഫുഡ് കഴിക്കുക, ഹെൽത്ത് ചെക്കപ്പ് പ്രോപ്പറായിട്ട് ചെയ്യുക. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു റുട്ടീൻ പോലെ പോയി കഴിഞ്ഞാൽ ലൈഫിലും നമുക്കത് ഫോളോ ചെയ്ത് പോകാൻ കഴിയും. ഇപ്പം വ്യായാമം നമ്മൾ ഡെയിലി ഒരു വർഷം ചെയ്യുകയാണെങ്കിൽ പിന്നെ ചെയ്യാതിരിക്കാൻ പറ്റില്ല. എന്നും ചെയ്തില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് തോന്നും. അങ്ങനെയുള്ള ആളുകളുണ്ട്. അപ്പോൾ ആ രീതിയിലേക്ക് നമുക്ക് റുട്ടീൻ മാറ്റിയെടുക്കാൻ കഴിയാവുന്നതാണ്. അപ്പോൾ ഹെൽത്ത് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ലൈഫിൽ എന്ത് നേടിയാലും ഹെൽത്ത് ഇല്ലാതെ നമുക്ക് ഒന്നും നേടാൻ കഴിയില്ലല്ലോ. ഒരുപാട് സ്വത്തുണ്ട്, പക്ഷേ ഹെൽത്ത് ഇല്ല, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് ഹെൽത്താണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഹെൽത്തുള്ള ആൾക്ക് മാത്രമേ വെൽത്തും കിട്ടുകയുള്ളൂ. സോ അതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുക. നല്ലൊരു ഹെൽത്തി റുട്ടീൻ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ പറഞ്ഞ 5 കാര്യങ്ങൾ കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അതുകൂടി കമൻറ്റ് ചെയ്യുക. താങ്ക് യു.